കഴിഞ്ഞ മാർച്ച് അവസാന വാരമാണ് സംഭവം. 5 വിമാനം നിറയെ ഐഫോണുകൾ. ഇന്ത്യൻ, ചൈനീസ് എയർപോർട്ടുകളിൽ നിന്ന് ആ വിമാനങ്ങൾ പറന്നുയർന്നു. ഏതാനും മണിക്കൂറുകളെടുത്ത് അവ ലാൻഡ് ചെയ്തത് അങ്ങ് അമേരിക്കയിൽ. മോഷണമോ കൊള്ളയോ ഒന്നുമല്ല, ആപ്പിൾ കമ്പനി ചാർട്ട് ചെയ്ത വിമാനങ്ങളാണ്. എന്നാലും എന്തിനായിരിക്കും അത്ര തിടുക്കപ്പെട്ട ആപ്പിൾ അത്രയും ഐഫോണുകൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും കൊണ്ടുപോയത്? എന്നാൽ കഥയുടെ മുന്നും പിന്നും അറിയുമ്പോഴാണ് ആ നീക്കത്തിന് പിന്നിലെ കാഞ്ഞ ബുദ്ധി മനസ്സിലാക്കുക. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ആഗോള രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ച തീരുവ യുദ്ധത്തിൻ്റെ തുടർച്ചയാണ് ആപ്പിളിൻ്റെ പുതിയ നീക്കവും. ഇന്ത്യ ഉൾപ്പെടെ മിക്കവാറും ലോകരാജ്യങ്ങൾക്കെതിരെ ട്രംപ് വൻ നികുതിയാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ചരക്കുകൾക്ക് 26%, ചൈനീസ് ചരക്കുകൾക്ക് 20% നികുതിയാണ് ആദ്യം ചുമത്തിയത്. എന്നാൽ ചൈന അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അമേരിക്കയ്ക്കെതിരെ 34% തീരുവ ചുമത്തിയായിരുന്നു തിരിച്ചടി. എന്നാൽ 34% പകരച്ചുങ്കം ചുമത്തി വീണ്ടും ചൈനയെ അടക്കി നിർത്താൻ നോക്കുകയാണ് ട്രംപ്. പകരച്ചുങ്കം കൂടി ചേർത്താൽ ആകെ 54% ചൈനീസ് ചരക്കുകൾക്ക് അമേരിക്ക ചുമത്തിയ തീരുവ. ഏപ്രിൽ 5-നായിരുന്നു പുതിയ നീക്കം. ഇനി ആപ്പിളിൻ്റെ കാര്യത്തിലേക്ക് വരാം. സംഗതി അമേരിക്കൻ കമ്പനിയാണെങ്കിലും നിങ്ങൾ കാണുന്ന ആപ്പിൾ ഡിവൈസുകളെല്ലാം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ചൈനയിലും ഇന്ത്യയിലുമാണ് ആപ്പിളിൻ്റെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നത്. ചൈനയിലെ ഷെങ്ഷോയിലുള്ള ഐഫോൺ സിറ്റിയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്ലാന്റ്. ഫോക്സോൺ എന്ന തായ്വാനീസ് ഇലക്ട്രോണിക് കമ്പനിയാണ് ഇതിൻ്റെ കോൺട്രാക്ടർമാർ. അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലുമാണ് ആപ്പിളിന് വലിയ നിർമ്മാണ യൂണിറ്റുകളുള്ളത്. 3ൻ്റെയും മേൽനോട്ടം വഹിക്കുന്നതും ഫോക്സോൺ തന്നെയാണ്. ബംഗളൂരുവിലെ ഹൊസൂരിൽ ടാറ്റ ഇലക്ട്രോണിക്സിൻ്റെ നേതൃത്വത്തിലും ആപ്പിൾ പ്ലാന്റ് ആരംഭിച്ചിട്ടുണ്ട്. ഐഫോൺ മാത്രമല്ല, ഐമാക്, എയർപോഡ്, ആപ്പിൾ TV, ഐപാഡ്, ആപ്പിൾ വാച്ച് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തദ്ദേശീയരായ ആയിരക്കണക്കിന് പേരാണ് ഈ പ്ലാന്റുകളിലെല്ലാം ജോലി ചെയ്യുന്നത്. പുതിയ സാമ്പത്തിക വർഷം ഇന്ത്യയിലെ നിർമ്മാണ രംഗത്ത് $500 ബില്യൺ കൂടി നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. ട്രംപിൻ്റെ ആദ്യത്തെ നികുതി പ്രഖ്യാപനം തന്നെ ആപ്പിളിനെ കാര്യമായി ക്ഷീണിപ്പിച്ചിരുന്നു. തങ്ങളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളായ ചൈനയ്ക്കും ഇന്ത്യക്കും ട്രംപ് വൻ തീരുവ തന്നെ ചുമത്തിയതാണ് തിരിച്ചടിയായത്. എന്നിട്ടും ആപ്പിൾ നേരത്തെ വിപണിയിലിറക്കിയതും പ്രഖ്യാപിച്ചതുമായ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില കൂട്ടിയിരുന്നില്ല. എന്നാൽ ചൈനയുടെ തിരിച്ചടിക്ക് പകരമായി ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ സാമ്പത്തിക രംഗത്തുണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടാണ് ലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങൾ ആപ്പിൾ തിരക്ക് പിടിച്ച് അമേരിക്കയിലെത്തിച്ചത്. പുതിയ നികുതിയുടെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിദ്യയായിരുന്നു അത്. കഴിഞ്ഞ മാർച്ചിൽ മാത്രം ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതി ഇരട്ടിയായാണ് വർദ്ധിച്ചത്. ഇതിൽ ബഹുഭൂരിഭാഗവും കൊണ്ടുപോയത് അമേരിക്കയിലേക്കായിരുന്നു. സാധാരണ ഒരു വർഷം 11,000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ആപ്പിൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ 20,000 കോടി രൂപ കടന്നിട്ടുണ്ടെന്ന് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അധിക നികുതി ചുമത്താനും ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. തങ്ങൾക്കെതിരായ നികുതി പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. എന്തു വന്നാലും പിന്നോട്ടില്ലെന്ന് ചൈനയും വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെയും ചൈനയിലെയും പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് കടത്തുകയാണ് ആപ്പിൾ. അടുത്ത ദിവസങ്ങളിൽ ആപ്പിൾ ഡിവൈസുകൾ വഹിച്ചുകൊണ്ടുള്ള കൂടുതൽ വിമാനങ്ങൾ അമേരിക്കയിലേക്ക് പറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം ഇന്ത്യക്കും ചൈനയ്ക്കും പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലെ നിർമ്മാണ യൂണിറ്റുകളിൽ കൂടുതൽ നിക്ഷേപം ഇറക്കാനും പദ്ധതിയുണ്ട്. ബ്രസീലിലും വിയറ്റ്നാമിലും അയർലൻഡിലുമെല്ലാം അവർക്ക് പ്ലാന്റുകളുണ്ട്. ഈ രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് തീരുവ ചുമത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം താരതമ്യേന ചെറുത് മാത്രമാണ്. അതിനാൽ ഇന്ത്യക്കും ചൈനയ്ക്കും പകരം തൽക്കാലം ഈ രാജ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആപ്പിൾ ഇപ്പോൾ ആലോചിക്കുന്നത്.